ഈ യാത്രക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല എന്നതായിരിക്കും ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം. നിങ്ങളിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിൽ കിടന്നുറങ്ങുന്നതിന്റെ മുന്നേ കട്ടിലിന് മുകളിൽ മലർന്നു കിടന്നുകൊണ്ട് രണ്ട് കണ്ണുകളും അടക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക, ദിവസത്തെക്കുറിച്ച്, ഞാൻ മരിക്കുന്ന ദിവസം, എന്റെ ശരീരം ചേതനയറ്റ് കിടക്കുന്ന ദിവസം, ആശുപത്രിയിൽ നിന്നോ, ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് നിന്നോ, ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച സ്ഥലത്ത് നിന്നോ, കുഴഞ്ഞു വീണ സ്ഥലത്ത് നിന്നോ എന്റെ കൂട്ടുകാരനെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയുടെ ഡോക്ടർ എന്റെ മരണം സ്ഥിരീകരിച്ചു. വിറയാർന്ന കൈകളോടെ ആശുപത്രിയിലെ നടപടികൾ മുഴുവനും കഴിഞ്ഞ് സ്ട്രക്ചറിൽ എന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുമ്പോ വിറയാർന്ന കണ്ണുകളുമായി, വിറയാർന്ന നിറഞ്ഞ കണ്ണുകളും വിറയാർന്ന ചുണ്ടുകളുമായി എന്നെ സ്വീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ലേബർ റൂമിന്റെ പുറത്ത് അമ്മാവന്മാരും വാപ്പയും അതുപോലെ തന്നെ കുടുംബക്കാരും കൂട്ടുകാരെല്ലാം കാത്തിരിക്കുകയാണ് പുഞ്ചിരിയോടുകൂടി. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നാൽ ഒരു ദിവസമുണ്ടായിരിക്കും ICUവിൽ നിന്ന് നിന്റെ ശരീരം ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം, ആശുപത്രിയിൽ നിന്ന് നിന്റെ ചേതനയേറ്റ ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം. അന്ന് നീ ജനിച്ച ദിവസം ചിരിച്ചവരെല്ലാം കരയുന്നുണ്ടായിരിക്കും. നിന്റെ ഡെഡ് ബോഡി, നിന്റെ മൃതദേഹം ഏറ്റെടുക്കുന്ന ആളുകളെല്ലാം കരയുന്നവരായിരിക്കും. എന്നാ കണ്ണുകൾ മുഴുവൻ കരയുമ്പോ ചിരിക്കണ്ടേ നിനക്ക്, സന്തോഷിക്കണ്ടേ നിനക്ക്? ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിർവൃതി അടഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പോകാനാകണം മനുഷ്യ നിന്റെ പ്രവർത്തനം എന്ന് ഒരു കവിതയിലൂടെ സുന്ദരമായ ആഖ്യാനത്തിലൂടെ പറയാൻ നമ്മൾ ആലോചിക്കണം. കണ്ണ് തുറക്കാതെ ഒരു 10 മിനിറ്റ് സമയം ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് എന്റെ ചേതനയേറ്റ മൃതദേഹം എടുത്ത് അത് ആംബുലൻസിൽ കയറ്റി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ വീടിന്റെ പുറത്ത് കൊല്ലങ്ങളായി കാണാതിരുന്ന, ഞാനുമായി തെറ്റിയിരുന്ന, ഞാനുമായി പിണക്കത്തിലായിരുന്ന എന്റെ കുടുംബക്കാരും എന്റെ സുഹൃത്തുക്കളും എന്റെ അകന്ന കുടുംബക്കാരും അയൽവാസികളുമെല്ലാം എന്റെ വീടിന്റെ പുറത്ത് തടിച്ചുകൂടി നിൽക്കുമ്പോ ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ, ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ എന്റെ ചേതനയേറ്റ ശരീരം എന്റെ വീടിന്റെ അകത്തേക്ക് കയറ്റുമ്പോ എന്നേക്കുമായി എന്നെ നഷ്ടപ്പെട്ട വിരഹത്തിന്റെ ദുഃഖഭാരം സഹിക്കാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കരച്ചില്, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ കരച്ചില് മറുപടി പറയാൻ കഴിയാതെ, അനങ്ങാൻ കഴിയാതെ ഞാൻ കിടക്കുന്ന ഒരു ദിവസം, അവസാനം എന്റെ മകൻ വന്ന് എന്റെ തലയിൽ നിന്ന് തുണി മാറ്റി എന്റെ നെറുകയിലേക്ക് ചുംബിക്കുന്ന ഒരു ദിവസം, ഒരാളെ പോലും ഇന്നുവരെ ആശ്രയിക്കാത്ത എന്നെ ആളുകൾ താങ്ങിയെടുത്ത് എന്റെ വീടിന്റെ പുറത്ത് പന്തല് കെട്ടി അവിടെ വെച്ച് എന്നെ കുളിപ്പിക്കുന്ന ഒരു ദിവസം. ആ കുളിപ്പിക്കൽ കഴിഞ്ഞാൽ കഫൻ പുടവ ചുറ്റിക്കൊണ്ട് വീണ്ടും വീടിന്റെ സെൻട്രൽ ഹാളിലേക്ക് കൊണ്ടുവന്ന് ആരെങ്കിലും എനിക്ക് കാണാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു അവസാനത്തെ യാത്രക്ക് വേണ്ടി എന്നെ ഒരുക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ദിവസത്തിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അവസാനമായി കഫൻ പുടവ പൊതിഞ്ഞ് എന്റെ വീടുമായി ഞാൻ പടുത്തുയർത്തിയ എന്റെ വിയർപ്പിന്റെ കണങ്ങളുള്ള എന്റെ പ്രിയപ്പെട്ട ഭവനവുമായി ഏതൊരു വീടിന്റെ വരാന്തയിലാണോ ദിവസവും രാവിലെ ഇരുന്ന് ഞാൻ പത്രം വായിച്ചിരുന്നത്, ഏതൊരു വീട്ടിലാണോ ഞാൻ ഉറങ്ങിയിരുന്നത്, ഞാൻ വരാതെ കിടന്നുറങ്ങാതെ എന്നെ കാത്തിരിക്കുന്ന ഭാര്യ ഏതൊരു വീട്ടിലാണോ ഉള്ളത്, ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോ, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര ഞാൻ ഇറങ്ങുമ്പോ, എന്റെ 2 ആൺമക്കളുടെ 2 തോളത്തായി മയ്യത്ത് കട്ടിലിൽ പള്ളിക്കാട്ടിലേക്ക് ഞാൻ യാത്രയാകുമ്പോ അവിടെ ചിന്തിക്കണം, ആലോചിക്കണം. പള്ളിയിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ പള്ളിയുടെ 1-ാമത്തെ സഫിൽ എന്റെ മയ്യത്ത് കിടത്തി എന്റെ മകൻ എനിക്ക് വേണ്ടി നമസ്കരിക്കുമോ, എന്റെ പ്രിയപ്പെട്ട മോൻ എനിക്ക് വേണ്ടി നമസ്കരിക്കുമോ? എനിക്ക് വേണ്ടി നമസ്കരിക്കുമ്പോ അവന്റെ കണ്ണുകൾ നിറയുമോ? അവന്റെ തൊണ്ടയിടറുമോ? അവന്റെ ഹൃദയം തകരുമോ? അവൻ കരയുമോ? 3-ാമത്തെ തക്ബീർ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മുഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു എന്ന
പ്രാർത്ഥന ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട മകൻ എനിക്ക് വേണ്ടി കരയുമോ? ഓർത്തു നോക്കണം. അവിടുന്ന് ആ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് മയ്യത്ത് കട്ടിൽ നിന്ന് പുറത്തേക്കെടുത്ത് ഖബർസ്ഥാനിന്റെ അകത്തേക്ക് കൊണ്ടുപോയി ആ ഖബറിൽ കുഴിച്ചു വെച്ച 6 അടി മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. എല്ലാ പണക്കാർക്കും മടങ്ങാനുള്ള, എല്ലാ സുന്ദരന്മാർക്കും മടങ്ങാനുള്ള, എല്ലാ അധികാരികൾക്കും മടങ്ങാനുള്ള മനുഷ്യന്റെ ജീവിതത്തിലെ അനിവാര്യമായ മടക്കയാത്ര. അവിടെ ആ ഖബറിലേക്ക് എന്നെ വെക്കുന്ന ആ ഒരു രംഗം കണ്ണടച്ചുന്ന രാത്രി നിങ്ങൾ ഓർക്കണം. ഓരോ രംഗവും എന്നെ കുളിപ്പിക്കുന്ന, എന്നെ കഫൻ പുടവ ഉടുപ്പിക്കുന്ന, എന്നെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന, ഖബറിലേക്ക് എന്നെ വെക്കുന്ന ആ രംഗം ഒരു ദിവസം, ഒരാഴ്ച, ഒരു തവണയെങ്കിലും ഓർക്കാൻ നമുക്ക് കഴിയണം. ആ ഓർമ്മ അത് യഥാർത്ഥത്തിലാണെങ്കിൽ അടച്ച കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിന്റെ തുള്ളികൾ അറിയാതെ പുറത്തേക്ക് വരും. നമുക്ക് ആ വിരഹത്തിന്റെ ദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. നമ്മൾ നന്നാവും. അതുപോലെ സഹോദരങ്ങളെ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖബർസ്ഥാൻ സന്ദർശിക്കാൻ നമ്മൾ തയ്യാറാകണം. ജാറങ്ങളും മക്ബറകളുമല്ല, 1000-ന്റെയും 500-ന്റെയും 2000-ന്റെയും നോട്ടുകൾ വലിച്ചെറിഞ്ഞ ആളുകൾ പോകുന്ന ദുനിയാവിന്റെ മത്ത് പിടിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമുള്ള ജാറങ്ങളല്ല. മറിച്ച് ആരാരും കടന്നു ചെല്ലാത്ത, മരിച്ചാലും ആരെങ്കിലും മരണപ്പെട്ടാലും മാത്രം കടന്നു ചെല്ലുന്ന പള്ളിക്കാട്ടിന്റെ ഒത്ത നടുവിൽ പോയി നിൽക്കണം. എന്നിട്ട് 2 ഭാഗത്തേക്കും ഒന്ന് നോക്കണം.